എട്ടുദിക്കും വിളി കൊണ്ട മാതാ ചിറ്റൂമലയിലെ കന്നിമാതാ എല്ലാരും പോകുമ്പോഴേൻ വരുന്നേ തിത്തകത്തകതൈതയൻ വരുന്നേ ഏനോരു കാഴ്ച കൊണ്ടരുന്നേ കാലോട് കണ്ണോട് കൊണ്ടരുന്നേ കഷ്ടകാലങ്ങളും തീരട്ടെ കാലദോഷങ്ങളും തീരട്ടെ എട്ടുദിക്കും വിളി കൊണ്ട മാതാ ചിറ്റൂമലയിലെ കന്നിമാത. ഒരു എഴുത്തുകാരൻ്റെ കലവറ എന്ന് പറയുന്നത് ബാല്യ കൗമാരങ്ങളുടെ അനുഭവങ്ങളാണ്. അതിലെ അനന്തസ്പർശിനികളുള്ള ഓർമ്മകൾ ഒരു ഇടമാണ് ചിറ്റുമല. എൻ്റെ അമ്മ വഴിയുള്ള അമ്മൂമ്മയുടെ വീടിന് തൊട്ടപ്പുറത്ത് ആണ് തോപ്പിലെഴുത്തെന്ന് പറയും. കുഞ്ഞുനാളിൽ അമ്മൂമ്മയുടെ കൂടെ അപ്പൂപ്പൻ്റെ കൂടെയൊക്കെ ചൊവ്വയും വെള്ളിയും അമ്പലത്തിൽ വരുന്നത് പതിവായിരുന്നു. പഴയ ദേശിങ്ങനാടിൻ്റെ ഒരു പ്രധാന കേന്ദ്രമാണിത്. തൊട്ടപ്പുറത്താണ് ദേശിങ്ങനാട് രാജ്ഞിമാർ, കൊല്ലം രാജ്ഞിമാർ താമസിച്ചിരുന്ന മതിലകം എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം അനുഭവങ്ങളുടെ ഒരു പീഠമാണ്. കിഴക്കേക്കരയുടെയും പടിഞ്ഞാറേക്കരയുടെയുള്ള 16 കരക്കാർ കൂടിയുള്ള ഒരു ദേവീക്ഷേത്രമാണ് ഇത്. ഇവിടെ 16 എടുപ്പുകുതിരയായിട്ട് 16 കരക്കാരുടെയും പ്രധാനപ്പെട്ട ദേവീക്ഷേത്രമാണെന്ന് പറയാം. ആ ഒരു പ്രാധാന്യം കൂടെയുണ്ട് ഈ പ്രദേശത്തിൻ്റെ, ദേശിങ്ങനാടിൻ്റെ 2 കല്ലടയുടെയും ഒക്കെ. മാത്രമല്ല ഒരു സമുദായ മൈത്രിയുടെയും സങ്കല്പമുണ്ട്. അക്കരെയുള്ള കടവിഴ വലിയ പള്ളിയിൽ വല്യപ്പൂപ്പൻ എന്നാണ് പറയുന്നത്. ചിറ്റുമല ഭഗവതി അമ്മൂമ്മയും വല്യപ്പൂപ്പനും ആങ്ങളെയും പെങ്ങളും ആണെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. പള്ളിക്കടവിലാണ് ആറാട്ട്. ആദ്യത്തെ കുതിര പടിഞ്ഞാറേ കല്ലടക്കാരാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ചരിത്രത്തിൻ്റെ അപ്പുറത്തെ ദേശിങ്ങനാട് എൻ്റെ കുഞ്ഞുനാളത്തെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം, ഈ 16 കരക്കാരെ കൂടെ ഉള്ള ദേവീക്ഷേത്രം, ആ ഒരു ഇതിൻ്റെ പ്രകൃതി. പാടത്തെപ്പറ്റി വൈലപ്പള്ളി പറഞ്ഞത് ശരിയാണ്. ഗ്രാമജീവിത കഥാ നാടകഭൂമി എന്നാണ്. പാടത്തിന് ആ പ്രകൃതിക്ക് തന്നെ കൊയ്ത്തുപാടം, വിതയ്ക്കുന്ന പാടം, കതിരണിഞ്ഞ പാടം, കള പറിക്കുന്ന പാടം, ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉള്ളതാണ്. മാത്രമല്ല ഇവിടെ ഈ പാടവരമ്പുകളിൽ ഈ പുഞ്ചയുടെ വരമ്പിലുമൊക്കെ ഉത്സവ സമയത്ത് നാനാ രീതിയിലുള്ള നിറങ്ങൾ അണിഞ്ഞിട്ടുള്ള ആളുകൾ, പല പ്രായത്തിലുള്ള ആളുകൾ ഇങ്ങനെ നടന്നു വരും. അപ്പോൾ മുകളിൽ നിന്ന് കാഴ്ച എന്ന് പറയുന്നത് നല്ലൊരു ദൂരദർശന കൃശങ്ങൾ എന്നൊക്കെ പറയത്തില്ല, ചിത്രപട ഭംഗി, വളരെ വിചിത്രമായ ഒരു അസാധാരണമായ ആഹ്ലാദം ഉണ്ടാക്കുന്നൊരു കാഴ്ചയാണ്. ആ കാഴ്ച കണ്ട ആർക്കും സങ്കടം തോന്നത്തില്ല, ആഹ്ലാദമേ ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു ഉത്സവ സമയത്തെ കാഴ്ചയുടെ ഒരു നിറക്കൂട്ട പല നിറങ്ങളിലുള്ള. അപ്പോൾ അതിനൊരു സംഗീതമുണ്ട്, താളമുണ്ട്, ഈ പറഞ്ഞ ഒരു വല്ലാത്തൊരു ചാരുതയും ഉണ്ട്. കടപുഴ വലിയ പള്ളി, അതിൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. തരിസാപ്പള്ളിയാണ് ആദ്യമായിട്ട് നമ്മുടെ തിരുവിതാംകൂറിലെ ഒരു രാജാവ് വിദേശികൾക്ക് പള്ളി പണിയാൻ കൊടുത്ത ആ പള്ളിയാണെന്നും അഭിപ്രായമുണ്ട്. ഈ പ്രദേശത്ത് പണ്ട് കാലത്ത് തിരുവാറ്റ അമ്പലത്തിലും പള്ളിയിലെ ആണ് ഏറ്റവും വലിയ ഉത്സവങ്ങളെന്ന് പറയുന്നത്. അവിടുത്തെ ശിവരാത്രി, ഇവിടുത്തെ ചാത്തവും. അപ്പോൾ ജാതി മത ഭേദമില്ലാതെ, വിശേഷിച്ച് ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഞങ്ങളുടെ ആഹ്ലാദത്തിൻ്റെ കൂട്ടുകൂടലിൻ്റെ കുറച്ച് ദൂരെ നിന്ന് വരുന്ന ആളുകളുടെ അങ്ങനെയൊക്കെ ഉള്ളൊരു വലിയൊരു സ്ഥലമായിട്ടാണ് ഇതിനെ കാണുന്നത്. പുരാതന കൊല്ലം നഗരമാണ് ഈ കല്ലട എന്ന് പറയുന്നത്. ആദ്യത്തെ നഗരം കല്ലട, പിന്നീട് പെരുവേണാടാണ് പെരുമൺ. മൂന്നാമത്തെ കൊല്ലം നഗരമാണ് ഇപ്പോഴത്തെ കൊല്ലം നഗരം. ആവിക്കപ്പൽ വരുമ്പം, പാക്കപ്പലുള്ള കാലത്ത് ഇവിടം വരെ പാക്കപ്പൽ വരുമായിരുന്നു. കുട്ടിക്കാലത്ത് എല്ലാ കൊല്ലവും ഉള്ളതാണല്ലോ ഈ ചാത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതിങ്ങനെ പിന്നെ കളിക്കാനായാലും ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സഞ്ചാരങ്ങൾക്കായാലും കൂട്ടുകൂടലും. കിളിത്തട്ട് കളിയുണ്ട് അന്നത്തെ, അല്ലേ? നമ്മുടെ ഏറ്റവും നല്ല കളിയാണ്. ബാറ്റ് വേണ്ട, നെറ്റ് വേണ്ട, ബാൾ വേണ്ട, നല്ല വ്യായാമമുള്ള. അപ്പോൾ കിളിത്തട്ട് കളിയുടെ ഒരു മൈതാനം ഇവിടെ ആയിരുന്നു ഒരു പ്രധാനമായിട്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു, ഒന്ന് ഇവിടെ പ്രധാനമായിട്ട് ഇവിടെയായിരുന്നു. അതാണ് ഇതിനെപ്പറ്റി നമ്മുടെ കുട്ടിക്കാലമായിട്ടും ഇതിൻ്റെ ഒരു അസോസിയേഷൻ പറയാനുള്ള, അതിൻ്റെ ഒരു സ്മൃതി ബോധം പറയാനുള്ളത്. ഇത് ആവണിപുരം അമ്പലം, അതായത് ജയസിംഹ റാണിയുടെ ചുരുക്കപ്പേരാണ് ആവണി റാണി, ആവണിപുരം. കോളംബെ നീതികാലെ പുനരുതി എന്ന് തുടങ്ങുന്ന ഒരു ലിഖിതം ഇവിടെ ഉണ്ട്. പുരാതന കാലത്തെ ഒരു ചരിത്രപ്രസിദ്ധമായ ദേശിങ്ങനാടിൻ്റെ ഒരു വലിയ കേന്ദ്രമായിരുന്നു ഇവിടെ. അപ്പോൾ എൻ്റെ ഒരു ആവണിപുരം കഥകൾ എന്നുള്ള പരമ്പരയുണ്ട്, കോടാങ്കി എന്നുള്ള കവിതയുണ്ട്, അങ്ങനെ ഒരുപാട് ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഞാൻ അല്ലാത്തൊരു കവിത ഇവിടെ ചൊല്ലുന്നു. ഒന്നാം പാഠം എന്നാണ് കവിതയുടെ പേര്. ഇത്രമാത്രം കിനാവിൻ കഥയിൽ കടങ്കഥ
പച്ച മിനുക്കും കരിയും വരച്ചുമായി ചാടി ആറാടും പുഴയിൽ കളം വരച്ചെത്തി നൂരാത്തൊരാ ജീവിതത്തിൻ കണ്ണിൽ ഒട്ടുടക്കുന്ന കാലത്തിൽ അമ്മേ പെരുങ്കാളി നിന്നലറും തുലാവർഷം കലിതുള്ളി വന്നലറും എൻ്റെ കല്ലടയാറിൽ വ്രണങ്ങൾ കഴുകി തെളിഞ്ഞ ചുളിഞ്ഞ പഴയ മുഖത്തെൻ്റെ മുത്തശ്ശിയമ്മതൻ പൊന്നുമൂക്കുത്തി ഭഗവതി പാട്ടുമതും കാറ്റേ പെരുമ്പറ കൊട്ടും ഇരുട്ടും വെളിച്ചവും പാട്ടേറ്റുപാടും പുരാണം ചുവടത്തു ചേങ്ങല കൊട്ടി ഉറയും മരണവും പാണനും കാണാതെ തമ്മിലലയും കരിമ്പനക്കാടുകൾ എൻ്റെ മുത്തച്ഛൻ അതിൽ നിന്നൊരോല കഥകളിപ്പാട്ടും അതും ഇപ്പോഴും താഴ്വാരത്തിൽ താരാട്ടിൻ മണിയൊച്ച ഇപ്പോഴും താളങ്ങൾക്കു തിരുവാതിര ശ്രുതി നൊന്താലും ചിരിച്ചാലും കാവില നൂറുമ്പാലും എൻ ചങ്കിൽ കവുങ്ങിൻ്റെ പൂക്കല തുള്ളിച്ചീടും രതിയും മൃതിയുമാണ് എൻ്റെ അമ്മ അവളുടെ നറുതേൻ മുലപ്പാലിൻ മധുരം മണം ഞാനായിപ്പോഴും മണക്കുമൊരു ഉമ്മയും അതും എൻ്റെ കാൽവിരലിൻ്റെ വേരിൻ്റെ വികാസമായി എൻ്റെ കൈമുനമ്പിൻ്റെ അശ്വത്ഥ ശിഖരമായി എൻ്റെ കൺതിളക്കത്തിൻ നക്ഷത്ര വെളിച്ചമായി എൻ്റെയായി എൻ്റേതാകുമെല്ലാമായി എനിക്കൊന്നും പറയാനാകാത്തൊരു ബ്രഹ്മമായി എനിക്കെന്നും പറയാനുള്ള ഒരു ഏകലോകമാം എൻ്റെ അച്ഛൻ അച്ഛൻ്റെ മകൻ കൂടെ എപ്പോഴും കൂടിയിടുന്ന നിഴലും അതും കുഴച്ച മണ്ണുമായി കുനിഞ്ഞിരിക്കുന്നു കുശവൻ ജീവിതം തനതു ശില്പത്തിൻ പണി തുടങ്ങിക്കൊണ്ട് അതിൽ രസിച്ചുകൊണ്ട് അതിൽ ലയിച്ചുകൊണ്ട് ഇരിക്കുമ്പോഴതും അവനുമൊന്നല്ലോ അവനല്ലോ ഞാനും ഇതുമാത്രം ഇത്രമാത്രം. ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഗ്രന്ഥശാലയാണ് നവോദയ ഗ്രന്ഥശാല. അപ്പോൾ അതിന് പല തവണ താലൂക്ക് അടിസ്ഥാനത്തിൽ സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് വായിക്കാനും മറ്റ് സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കേന്ദ്രമായിരുന്നു. ഒരുപക്ഷെ വീടിനേക്കാളും ഇങ്ങനെ വീടിന് പുറത്തുള്ള ഒരു താമസം വന്നപ്പോൾ വായനശാലയായിരുന്നു അതിൻ്റെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള. അന്ന് ഈ ലോറിയിൽ തൊണ്ട് വരും, തൊണ്ട് കുട്ടികളെല്ലാം കൂടെ ഇറക്കിയാണ് ഇതിന് സാമ്പത്തികം ഉണ്ടാക്കിയിരുന്നത്. രാത്രിയിൽ 2 മണിക്കൊക്കെ റാന്നി കോന്നി ഭാഗത്തു നിന്നൊക്കെ തൊണ്ട് വരുന്ന ഇറക്കി കാശുണ്ടാക്കിയിരുന്നു. അതുപോലെ ബാലയന സഖ്യം ഉണ്ടായിരുന്നു. ഈ യുവാക്കൾ വായനശാലയ്ക്ക് വേണ്ടി കൃഷി നടത്തി അങ്ങനെ കാശുണ്ടാക്കിയിരുന്നു. ഞാൻ കൊച്ചുനാളിലെ രാമായണം ഭാഗവതം മാർത്താണ്ഡവർമ്മ അങ്ങനെയൊക്കെ വായിച്ച് വീട്ടിൽ ഒരു സാഹചര്യത്തിൽ വീട്ടിലുണ്ടായിരുന്ന കൃതികൾ ആശാൻ്റെ അത് കഴിഞ്ഞുള്ള പുസ്തകങ്ങൾ പുതിയ ഇപ്പോൾ കാരൂര്, ബഷീർ, കേശവദേവ് അങ്ങനെയുള്ള ആളുകൾ, അതല്ലാതെ വിവർത്തനങ്ങൾ അതൊക്കെ ഈ വായനശാലയിൽ നിന്ന് എടുത്തിട്ടാണ് ആദ്യം വായിക്കുകയൊക്കെ ചെയ്യുന്നത്. വയലിൻ കീഴക്കടത്തെ കാവും കാടന്നു പോയി കാവിയിലൊരുണ്ണി തൻ്റെ കാലങ്ങൾ തൂങ്ങി നിന്നു നാടിൻ്റെ നന്മ പോലെ വാവലു തൂങ്ങി നിന്നു. എൻ്റെ യാത്രപ്പാട്ടെന്നുള്ള കവിതയിൽ ഈ കാവിനെ പറ്റിയുള്ള പരാമർശമുണ്ട്. യാത്രയെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി കാവ് കഴിഞ്ഞ് കടവിൽ ചെന്ന് അക്കരയ്ക്ക് പോകുന്നതായിട്ടാണ് ആ കവിതയുടെ പിന്നെ പറയുന്നത്. ഇപ്പോൾ ഞാൻ കൊച്ചുനാൾ വിളക്ക് കത്തിക്കുമായിരുന്നു. അന്ന് ചൂരൽ വള്ളിയൊക്കെ പടർന്ന് കിടക്കുക, അതുകൊണ്ട് അതിനകത്തൂടെ ഞൂന്ന് പോകണം വിളക്ക് കത്തിക്കാൻ. അപ്പോൾ പേടിയാണ്. പിന്നെ അമ്മ പറയുന്നതുകൊണ്ട് പേടിയില്ല. അങ്ങനെ പേടിച്ചും പേടിയില്ലാതെ വിളക്ക് കത്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കന്നിമാസത്തിലെയും തുലാമാസത്തിലെയും ആയില്യമാണ് ഇവിടെ വളരെ പ്രധാനമായിട്ട് ഉള്ളത്. അന്ന് പണ്ട് സർപ്പം തുള്ളലും വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് നല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പരിഷ്കാരം വന്നതൊക്കെ അനാവശ്യമായിട്ട് മുറിച്ച് കളഞ്ഞു. പണ്ട് ഈ വാവലൊക്കെ നിറഞ്ഞു കിടന്ന ഒരു നല്ല കാലം ഉണ്ടായിരുന്നു ഇതിന്. ഇത് മൂത്തേടത്ത് മഠം. ഇപ്പോഴത്തെ കാരണവർ ശ്രീ ഗോപാലകൃഷ്ണ ഭട്ടതിരി അദ്ദേഹമാണ് ഇരിക്കുന്നത്. നമ്മുടെ ചിത്തിരേരുന്നാൾ രാജാവിൻ്റെ ആ ജന്മദിനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെയും. വളരെ യാത്രാപ്രിയനും സാഹിത്യരസികനും ഒക്കെയാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു ടി കെ നാരായണക്കുറുപ്പ്, പ്രശസ്തനായ തേവാടി നാരായണക്കുറുപ്പ്. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീധരൻ ഭട്ടതിരിയുടെ സുഹൃത്തായിരുന്നു ON വി കുറുപ്പിൻ്റെ അച്ഛൻ ON കൃഷ്ണക്കുറുപ്പ്. ഈ വീടുമായിട്ടൊരു ബന്ധം വരാൻ ഒരു കാരണമുണ്ട് പ്രധാനമായിട്ടും. അച്ഛൻ്റെ വീട്ടിൽ ഞാൻ താമസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ മരിച്ചു. പിന്നെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കണം. 1 കിലോമീറ്റർ അപ്പുറമാണെങ്കിലും വായനശാല മറ്റു കൂട്ടുകാരെല്ലാം ഇവിടെ ആയതുകൊണ്ട് വായനശാല പ്രവർത്തനങ്ങൾ, സാഹിത്യ പ്രവർത്തനങ്ങൾ, എൻ്റെ സമപ്രായക്കാരനാണ് ഈ വീട്ടിൽ ജയൻ എന്ന് പറഞ്ഞിട്ട് ഒരേ ക്ലാസ് പഠിക്കുകയാണ്. അങ്ങനെ വായനശാല പ്രവർത്തനം കഴിഞ്ഞ് ഇവിടെ അങ്ങ് തങ്ങുന്ന ഒരു സ്വഭാവമായി. അങ്ങനെ ഇവിടുത്തെ ഏതാണ്ട് തേവാര മുറിയും അടുക്കള മുറി ഒഴിച്ച് എല്ലാ മുറിയിലും കിടന്ന് ഞങ്ങൾ രണ്ടുപേരും കൂട്ടുകാരാണല്ലോ പൂമുഖത്ത് അല്ലെങ്കിൽ മാറി മാറി ഇങ്ങനെ പലയിടങ്ങളിലും ഓരോ തവണ സങ്കേതങ്ങളായിട്ട് പഠിക്കുമായിരുന്നു. ആ കാലത്ത് വല്ലപ്പോഴും പൂമുഖത്ത് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞാൻ വെളുപ്പാൻ രാവിലെ എഴുന്നേറ്റിരുന്നു, അതിരാവിലെ എഴുന്നേറ്റിരുന്ന്
ആറ്റിൽ പോയി കുളിച്ച് വളരെ അപ്പോൾ എൻ്റെ കൂടെ ഈ കൂട്ടുകാരൻ പുള്ളി അവിടുത്തുകാരനാണെങ്കിലും രാവിലെ എഴുന്നേറ്റില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ എടുത്ത് പൊക്കി കട്ടിലിൽ ഇടിയൊക്കെ ഇടിച്ച് ഉണർത്തി ഞങ്ങളുടെ കൂടെ പോയി നീന്തി കുളിച്ച് തിരിച്ചു വന്ന് പഴയ മട്ടിൽ ഗണപതിയും സരസ്വതിയും ഗുരുവിനെയൊക്കെ വന്നിച്ചിട്ട് ഇങ്ങനെ എഴുതുമായിരുന്നു. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുതുക, കൊണ്ടമാനം വരികൾ എഴുതുമായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അവിടെ ഈ പി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ അടുക്കളയിൽ നരങ്ങത്തേക്ക് ആദ്യമായിട്ട് ICS പോയ ബ്രാഹ്മണനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഈ മണ്ണടി വഞ്ഞിപ്പുഴ പണ്ടാരത്തിലാണ്, ദേശവഴിയുടെ വലിയ ഇതായിരുന്നു അദ്ദേഹം. ആ ശക്തിഭദ്രൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ടതാണ് അദ്ദേഹത്തിന്. പക്ഷേ എന്തോ ഒരു മൗനം, ഒരു മാനസികമായ ഒരു ചെറിയൊരു വിഭ്രാന്തി വന്നിട്ട് വല്ലപ്പോഴും അവധിക്കാലത്ത് 2 മാസം അവിടെ വന്ന് താമസിക്കും, ആരോടും അധികം മിണ്ടുകയില്ല. അങ്ങനെ അദ്ദേഹവും ഭൂമുഖത്താണ്, ഞങ്ങൾ രണ്ടുപേരും ഭൂമുഖത്താണ്. ഞാൻ ഈ വെളുപ്പാൻ രാവിലെ എഴുന്നേറ്റിരുന്ന് എഴുതുന്നതൊക്കെ എങ്ങനെയോ പുള്ളി ശ്രദ്ധിച്ചു. വളരെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി അതൊക്കെ വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ആ ശരി. അപ്പോൾ വളരെ കൊച്ചാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലത്താണ് ഇത് എഴുതുന്നത്. ഇങ്ങനെ ഭാവഗീതങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് 12 വരി, 14 വരി, 16 വരി, അങ്ങനെയൊക്കെ. മറ്റുള്ളവരുടെ മുമ്പിൽ പുള്ളി ഒരു മൗനിയും കിറുക്കനാണെങ്കിലും എൻ്റെ മുമ്പിൽ വളരെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലെ ഈ പുതിയൊരു കവിതയുടെ വഴിയെപ്പറ്റി നന്നായിട്ട് പറഞ്ഞു തന്നു. അധികം ഇൻലാൻഡ് മാസിക ഇല്ലാത്ത കാലത്ത് ഞാനെന്ന് പറഞ്ഞൊരു കയ്യെഴുത്ത് മാസിക തുടങ്ങി. അത് ആ ഇലഞ്ഞിത്തറയിൽ വെച്ചിട്ട് സ്ലേറ്റിൻ്റെ അധ്യക്ഷതയിലാണ്, അധ്യക്ഷനത് സ്ലേറ്റിൽ എഴുതി വെച്ചിട്ട് നമ്മൾ യോഗം കൊടുക്കുന്നു. അവിടെ പൂ കൊണ്ട് വരുന്നവർക്ക് ഈ മാസികയുടെ കോപ്പി കൊടുക്കും. അങ്ങനെയായിരുന്നു അതിൻ്റെ പ്രകാശനം എന്ന് പറഞ്ഞത്.